ഹലോ. അപ്പം എനിക്ക് 5:30 വരെ കേട്ടോ ജോലി ടൈം. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ വൈകിയേ വരാറ് മിക്ക ദിവസവും, ബിപിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ടായി. രാവിലെ ഞാൻ മീൻകറി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാനുണ്ടായി, അത് ചോറ് വെക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനപ്പോൾ അപ്പോഴാണ് ഈ പൊടിമിഠായി കണ്ടത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസമില്ലേ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണേ. ഇത് പിന്നെ ടോബിയുടെ ഫുഡാണ്. അവന് ഞാൻ രാവിലെയും വൈകിട്ടും അവന് രാവിലെയും വൈകിട്ടും തിളപ്പിച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ അവനുള്ള വെള്ളം, ഞങ്ങളുടെ ചായയുടെ വെള്ളമൊക്കെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കുക. ഇവർ രണ്ടുപേരും വൈകിട്ട് 4 മണി 4:30 ഒരു ചായ കൂടി ഉണ്ട്. പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ വിബി ഒന്നും കൂടി കുടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വളരെ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ ചായ കുടിക്കണേ. അപ്പം ടോബിയുടെ ഫുഡ് ഇത് റെഡിയായി. അപ്പോൾ അവന് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞിട്ടാട്ടോ അവന് കൊടുക്കണം. ഞാൻ 2 വഴുതനങ്ങയും മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ചാളക്കറി മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണ ഞാൻ ഈ വഴുതനങ്ങയൊന്നും അങ്ങനെ മേടിക്കാറൊന്നുമില്ല, ഇവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞാൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി വാങ്ങിക്കണമെന്ന്. അത് ഞാനിങ്ങനെ വട്ടം വട്ടം മുറിച്ചിട്ട് നമ്മുടെ മീനൊക്കെ വറുത്തെടുക്കൂലേ, അതുപോലെ വറുത്തെടുക്കാം എന്നൊക്കെ വിചാരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ആര്യന് അത്ര ഇഷ്ടമൊന്നുമല്ല പച്ചക്കറി. എന്നാലും ഇങ്ങനെ ചെയ്ത് അവൻ കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതേ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ സാധാരണ മീൻ വറക്കണ പോലെ തന്നെയുള്ള പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും മസാലപ്പൊടി ഇല്ല, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ പുരട്ടി ഞാൻ കുറച്ച് നേരം ഒന്ന് സൈഡിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഒരു ഫ്രൈയിങ് പാനിലിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട്. വിബിക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇവൻ ചിലന്നല്ല, പച്ചക്കറി ഒട്ടും ഇഷ്ടമല്ല ആര്യന്. അതിൻ്റെ ഇടയിൽ കൂടി ഞാനങ്ങ് ചെന്നപ്പോൾ ഇവർ അച്ഛനും മോനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ കണ്ടപ്പോൾ അവർക്ക് അത് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. വേഗം തന്നെ അവരെന്നെ ഓടിക്കണുണ്ടോ അവിടെ നിന്ന്. ഞാൻ എന്ത് ചെയ്തു, വേഗം പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എന്താ മഴ പെയ്തിട്ട് ഇത് മുറ്റമൊക്കെ നിറച്ച് വെള്ളമാണ്. ഞങ്ങളുടെ മുറ്റത്ത് എപ്പോഴും വെള്ളമായിരിക്കും മഴ പെയ്താൽ. അങ്ങനെ അകത്ത് അടുക്കള ചെന്നപ്പോൾ അതൊക്കെ ഫ്രൈ ആയി. എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അവന് ചോറ് കൊടുത്തു. പക്ഷെ അവൻ വഴുതനങ്ങ കഴിച്ചില്ല കേട്ടോ. ടോബി വന്നു. പിന്നെ ടോബീനെ കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്ത് കളിപ്പിച്ച്. പക്ഷെ അവന് ഇഷ്ടമല്ല കൊഞ്ചിക്കണയൊന്നും. അവൻ നമ്മളെടുത്ത് അപ്പം തന്നെ ചാടിപ്പോവും. പിന്നെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വെച്ചു. വിബി കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കഴിക്കണേ. അയാളത് കാലിൻ്റെയൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുക. മറ്റേ മസിലിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള എക്സസൈസാണിതൊക്കെ. അത് ഡെയിലി എത്രയോ തവണ ചെയ്യാനുണ്ട്. അത് അയാൾ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അയാളിതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കുകയുള്ളൂ. അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ ഇപ്പോഴേ 2-3 ദിവസമായേ ഉള്ളൂ ഇതൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട്. അങ്ങനെ ഞാൻ തുണി വിരിക്കാൻ പോവാം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ജനലിൽ ചുരുട്ടി വെച്ച കയറാം. ഈ കൊല്ലം ഞാനത് പുറത്തെടുക്കുവാണ്. ഇത് ഞാനിങ്ങനെ ജനലയിൽ വലിച്ചു കെട്ടും. എന്നിട്ട് 2 ഇങ്ങനെ വരിയിൽ തുണി വിരിക്കാൻ പാകത്തിന് ഞാനങ്ങനെ ചെയ്യും. അങ്ങനെ ഇത് ടൈറ്റാക്കി. സാധാരണ വിബി ഇതൊക്കെ ചെയ്ത് തന്നെ. പക്ഷേ അയാൾക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ ചെയ്യുക. വേറെ നിവൃത്തിയില്ല. എങ്ങും തുണി വിരിക്കാനും ഇടവില്ല, ഉണക്കാനും ഇടവില്ല. അപ്പം ഇങ്ങനെ ഞാൻ രാത്രിയിൽ ഈ അഴ കെട്ടി വിരിക്കും. രാവിലെ ആകുമ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് ഈ അഴ മാറ്റും. ടോബി ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി എന്തൊരു ബഹളമാണെന്നറിയാം ഇതിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ആര്യനും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. ആര്യൻ പിന്നെയും ഭേദമാണ്. ടോബിയാണ് ഒരു രക്ഷയില്ലാത്തത്. അവൻ അവിടെ കിടന്ന് അഴയുടെ തുമ്പത്ത് പിടിക്കും, തുണിയുടെ തുമ്പത്ത് പിടിക്കും. അവസാനം ഞാൻ തുണിയൊക്കെ അങ്ങ് വിരിച്ചിടുക. ഞാൻ പകുതി ഉണക്കിയ തുണിയാണ് മിഷ്യത്തിലിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാറ്റൊക്കെ കൊണ്ട് രാവിലെ ആകുമ്പോൾ അത് ഉണങ്ങി കിട്ടും. വലിയ കട്ടിയില്ലാത്ത തുണിയൊക്കെ ആണെങ്കിൽ നല്ലോണം ഉണങ്ങും. അപ്പോൾ അങ്ങനെ രാത്രിയായിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.